ടു ഓൾ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് വരെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇന്ന് പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, ജോബ് ചേഞ്ചസ്. എന്താണ് ജോബ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ? ജോബ് ചേഞ്ചസ് മീൻസ് ദ മൊബിലിറ്റി ഓഫ് എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അതായത് മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൂവ്മെൻറ്റിനെയാണ്. അപ്പോൾ ജോബ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മൂവ്മെൻറ്റ് വരുന്നതിനെയാണ് നമ്മൾ ജോബ് ചേഞ്ചസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ജോബ് ചേഞ്ചസ് ഉണ്ട്, ഇൻറ്റേർണൽ മൊബിലിറ്റി ആൻഡ് എക്സ്റ്റേർണൽ മൊബിലിറ്റി. എന്താണ് ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ മൂവ്മെൻറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷൻ, അതൊക്കെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ മൊബിലിറ്റി മീൻസ് മൊബിലിറ്റി ഓഫ് വർക്കേഴ്സ് ഫ്രം വൺ ജോബ് ടു അനദർ വിത്തിൻ ദ ഓർഗനൈസേഷൻ ത്രൂ പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷനൊക്കെ വഴി ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണലിൽ തന്നെ എംപ്ലോയീസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേർണൽ മൊബിലിറ്റി. എക്സ്റ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ? ഓർഗനൈസേഷൻ്റെ പുറത്തേക്കുള്ള എംപ്ലോയീസിൻ്റെ മൂവ്മെൻറ്റ്. എക്സ്റ്റേർണൽ മൊബിലിറ്റി മീൻസ് മൊബിലിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ടു ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ത്രൂ റിസൈനേഷൻ, റിട്ടയർമെൻറ്റ് ആൻഡ് ടെർമിനേഷൻ. ഇപ്പോൾ റിട്ടയർഡ് ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഓർഗനൈസേഷൻ്റെ പുറത്തേക്ക് പോകണം. അതാണ് എക്സ്റ്റേർണൽ മൊബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് റീസൺസ് ഫോർ ജോബ് ചേഞ്ചസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജോബ് ചേഞ്ചസ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് ടെക്നിക്കൽ ചേഞ്ചസ്. അതായത് ഇപ്പോൾ ടെക്നോളജിയിലൊക്കെ ചേഞ്ചസ് വരണമെങ്കിൽ വെൻ ടെക്നോളജി ഈസ് ചേഞ്ചിങ് ദർ ഈസ് എ നീഡ് ഫോർ ന്യൂ എംപ്ലോയീസ്. ടെക്നോളജി ചേഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് പുതിയ എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഫ്ലക്ച്വേഷൻ ഇൻ വോളിയൂം ഓഫ് വർക്ക് ഡ്യൂ ടു എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, റിസഷൻ. അതായത് അതിൻ്റെ വോളിയം ഇപ്പോൾ കൂട്ടുമ്പോൾ എന്തുണ്ടാവും? വോളിയം കൂട്ടുമ്പോൾ കൂടുതൽ എംപ്ലോയീസ് വേണം. ഇപ്പോൾ നോക്കി, എക്സ്പാൻഷൻ നടത്തി അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി, അപ്പോൾ കൂടുതൽ എംപ്ലോയീസ് വേണം. അപ്പോഴും നമ്മൾ ജോബ് ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് വെൻ എ ന്യൂ പ്രൊഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഈസ് സ്റ്റോപ്ഡ്. പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പഴയത് നമ്മൾ നിർത്തുമ്പോൾ പുതിയ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടും എംപ്ലോയീസ് വേണം. ഫോർത്ത് പോയിന്റ്, വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓർഗനൈസേഷൻ ജോബിനെ റീഡിസൈൻ ചെയ്യണം. അപ്പോഴും നമുക്ക് എന്ത് വേണം? അപ്പോഴും നമുക്ക് എംപ്ലോയീസ് കൂടുതൽ വേണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫിഫ്ത്ത്, ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ജൂറിഡിക്ഷൻ ഓഫ് സം ഡിപ്പാർട്ട്മെൻറ്റ് ദർ ഈസ് എ നീഡ് ഫോർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് ജുറിഡിക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജുറിഡിക്ഷൻ പരിധിയിൽ ചേഞ്ച് വരുത്തി വന്നാലും നമുക്ക് ജോബ് ചേഞ്ചസ് നെസസറി ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ചേഞ്ച് ഇൻ നോളേജ്, സിക്സ്ത് പോയിന്റ്, ചേഞ്ച് ഇൻ നോളേജ്, സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി ഓഫ് എംപ്ലോയീസ് ഓൾസോ റിക്വയർസ് ഇൻറ്റേർണൽ മൊബിലിറ്റി ഓഫ് എംപ്ലോയീസ്. അതായത് നമ്മുടെ നോളേജ്, അവിടെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ നോളേജിൽ, സ്കില്ലിൽ, കോമ്പിറ്റൻസി, ഇതിലൊക്കെ വ്യത്യാസം വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി അഡീഷണൽ ക്വാളിഫിക്കേഷനൊക്കെ എടുക്കണമെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കൊടുക്കണം? പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ അയാൾ ഡിമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ അയാളുടെ നോളേജിൽ വരുന്നതാണെങ്കിൽ സ്കില്ല്, കോമ്പിറ്റൻസി, ഇതിലൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് അവർക്ക് അവരുടെ ജോബിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. നെക്സ്റ്റ് വരുന്നത് പർപ്പസ് ഓഫ് ജോബ് ചേഞ്ചസ്. എന്താണ് ജോബ് ചേഞ്ചസിൻ്റെ പർപ്പസ്? ഫസ്റ്റ് പോയിന്റ്, ടു ഇംപ്രൂവ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് ആയിട്ട്, ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ജോബ് ചേഞ്ചസ് വേണം. Second point, to maximize the efficiency of the employees.
എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി മാക്സിമത്തിലാക്കാനായിട്ടും നമുക്ക് ജോബ് ചേഞ്ചസ് കണ്ടക്ട് ചെയ്യണം. ജോബ് ചേഞ്ചസ് ആർ ഡൺ ടു പ്രൊവൈഡ് ജോബ്സ് ടു എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദെയർ ക്വാളിഫിക്കേഷൻ ആൻഡ് കേപ്പബിലിറ്റീസ്. അവരുടെ ക്വാളിഫിക്കേഷനും കേപ്പബിലിറ്റിയും അനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കണം, നമ്മൾ ജോബ് ചേഞ്ചസ് കൊടുക്കണം. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ കൂടുകയാണ്, അഡീഷണൽ ക്വാളിഫിക്കേഷനൊക്കെ എടുക്കണമെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. തേർഡ് പോയിന്റ്, ടു ഡീൽ വിത്ത് ചേഞ്ചസ് ഇൻ ഓപ്പറേഷൻസ്. ഓപ്പറേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരണമെങ്കിൽ ഇപ്പോൾ പറയണമെങ്കിൽ ഇൻ എ ഗ്ലോബലൈസ്ഡ് ഏരിയ ദ ഇക്കണോമിക് കണ്ടീഷൻസ് ആർ ചേഞ്ചിങ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ്. ദ ഓപ്പറേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ഓൾസോ ടു ബി അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ഇക്കണോമിക് കണ്ടീഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ ഗ്ലോബലൈസ്ഡ് ഏരിയയിൽ ഫാസ്റ്റായിട്ട് ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജോബ് ചേഞ്ചസ് നടത്തണം. ദ ഓപ്പറേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ഓൾസോ ബി അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദി ചേഞ്ചസ്. അതായത് എക്കണോമിക് കണ്ടീഷനിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലും ചേഞ്ചസ് വരണം. നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് പോയിന്റ്, ടു എൻഷുർ ഡിസിപ്ലിൻ. ജോബ് ചേഞ്ചസ് ആർ മെയ്ഡ് വെൻ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ടേക്കൻ എഗെയിൻസ്റ്റ് ആൻ എംപ്ലോയി. അതായത് ഇപ്പം നമ്മൾ ജോബ് അപ്രൈസലൊക്കെ നടത്തിയിട്ട് അയാളുടെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കണം, പ്രൊമോഷൻ. പക്ഷേ അയാൾ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡിൽ അവരുടെ പെർഫോമൻസ് നടത്തിയില്ലെങ്കിൽ അയാൾക്ക് ഡിമോഷൻ കൊടുക്കണം. അങ്ങനത്തെ അയാളുടെ ആക്ഷന് ഇതിന് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാം. ജോബ് ചേഞ്ചസ് ആർ മെയ്ഡ് വെൻ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ടേക്കൻ അഗെയിൻസ്റ്റ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ഡിസിപ്ലിനറി ആക്ഷന് എന്തെങ്കിലും വന്ന് അയാൾക്ക് അത് വ്യത്യാസമൊക്കെ വരുത്തി കഴിയുമ്പോൾ ഇപ്പോൾ ഡിമോഷൻ വരുത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുത്തുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ഇതും ജോബ് ചേഞ്ചസിന് കാരണമാവും. അപ്പം നമ്മളിന്ന് ജോബ് ചേഞ്ചസ് പഠിച്ചു. ജോബ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് ചേഞ്ചസ് മീൻസ് ദ മൊബിലിറ്റി ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അതായത് ഒരു എംപ്ലോയിയുടെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ജോബ് ചേഞ്ചസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ പിടിച്ചു, ഇൻറ്റേർണൽ മൊബിലിറ്റി ആൻഡ് എക്സ്റ്റേണൽ മൊബിലിറ്റി. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള മൂവ്മെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ മൊബിലിറ്റി. എക്സ്റ്റേണൽ മൊബിലിറ്റി മീൻസ് മൊബിലിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ഓർഗനൈസേഷൻ ടു ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റിസൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ ടെർമിനേഷൻ, ഇതൊക്കെ നടത്തി ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോകണതിനാണ് നമ്മൾ എക്സ്റ്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റീസൺസ് ഫോർ ജോബ് ചേഞ്ചസ് പഠിച്ചു, അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ജോബ് ചേഞ്ചസ് പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ മൊബിലിറ്റിയുടെ ഇപ്പോൾ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ ഒക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.